ഇപ്പോൾ സമയം 4:30 ഈ 4:30ക്ക് എവിടെയായിരിക്കും പോകുന്നതെന്നാണല്ലേ. ഞാൻ ഓൾറെഡി ഇതിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ജിദ്ദയിൽ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കൊരു 9 മണിയെങ്കിലും ആകുമ്പോൾ ജിദ്ദ എത്തണം എന്നുള്ള പ്ലാനായിരുന്നു. അതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോകുമ്പോൾ നൈറ്റ് വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം നമ്മളൊരു ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കത്തില്ലേ, അതേപോലെയാണ്. അപ്പോൾ എല്ലാവരുടെ മുഖത്തൊരു ഉറക്കച്ചടവൊക്കെ ഉണ്ട്. പിന്നെ ഹൈസു ഓൾറെഡി ഉറക്കമായിരുന്നു, ഇറങ്ങിയ ടൈമിൽ എണീറ്റയാണ്. പിന്നെ അവനെ വീണ്ടും കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാനൊന്ന് ചെറുതായിട്ട് മയങ്ങിപ്പോയി. മയങ്ങി എണീറ്റപ്പോൾ സൺറൈസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ജിദ്ദ എത്തും വരെ അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു ജിദ്ദ സർക്യൂട്ടിലായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെയാണ് ഫ്ലോട്ടിംഗ് മസ്ജിദൊക്കെ വരുന്നത്. അതിനിടയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറച്ചധികമായി. പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈമും അതേപോലെ വോയിസ് ഓവർ എടുക്കാനുള്ളൊരു മൂഡും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിന്ന് ജിദ്ദയിൽ പോയത് ഒരു 1 ഡേ ട്രിപ്പായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കുറച്ചെങ്കിലും കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വേഗം ഇറങ്ങണം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഹൈസ് ഒരു വിധത്തിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. കാരണം അവന് ഓൾറെഡി തറയിൽ അവിടെ ഇറക്കി വിട്ടായിരുന്നു. ഇറക്കി വിട്ടത് വലിയൊരു പണിയായി. കാര്യം അവന് കയ്യിലിരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് തറയിൽ ഇറക്കി വിട്ടത്. പക്ഷെ അവൻ ഒരു വിധത്തിൽ തിരിച്ച് കയറുന്നില്ലായിരുന്നു. അവിടെയുള്ള പ്രാവിനെയൊക്കെ പുറകെ നടന്ന് ഓടിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം വീഡിയോസും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. കാരണം നല്ല വെയിലായിരുന്നു. വെയിലെന്ന് വെച്ചാൽ അപാര വെയിലായിരുന്നു. കണ്ണിലടിക്കും തോറും നമുക്ക് തലവേദന എടുക്കുമായിരുന്നു. പിന്നെ ഇതാ ഇത് നല്ല ക്ലിയർ വാട്ടറാണ്. ഇതൊന്നും എഡിറ്റഡേ അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പ്രോപ്പർ കളറും ആ ഫിഷ് പോകുന്നതൊക്കെ കറക്റ്റ് കളറാണ്. ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ലോണം ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആ ഒരു ഫ്ലോട്ടിംഗ് മസ്ജിദിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നടന്നു പോയിട്ടുണ്ടായിരുന്നത് ഷിപ്പ് യാർഡിലാണ്. എല്ലാം നിയർ ബൈ തന്നെയാണ്, ഒരു ഏരിയയുടെ അകത്താണ്. അത് കാണിക്കുന്ന ഇതാണ് ജിദ്ദ സർക്യൂട്ട്. ഇവിടെയാണ് റേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങളവിടെ എത്തുന്ന ഒരു 9 മണി സമയത്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വെയിൽ കൂടുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി നല്ല വെയിലാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി കൂടും മുന്നേ തന്നെ പെട്ടെന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് തിരിച്ച് നടന്ന് വരുന്ന വഴി ഈ ഒരു ഐറ്റം കണ്ടു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 2 വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.